ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. എല്ലാവർക്കും മലയാളി വിഷൻ്റെ ഹൃദയംഗമായ നവവത്സരാശംസകൾ. പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും വെറുതെ കൗതുകത്തിന് കേട്ടിരിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾ ഏത് വിഭാഗത്തിലായാലും ലോകപ്രസിദ്ധരായ രണ്ട് ജ്യോതിഷികളുടെ 2025 പ്രവചനങ്ങളും അവയിലെ സാമ്യതയും ഒന്നറിയാനായി കൗതുകമുണ്ടാകും. നിങ്ങൾക്കെല്ലാം സുപരിചിതരായ ആ രണ്ടു പേർ വേറെ ആരുമല്ല, ബാബ വാങ്കയും നോസ്ട്രാഡാമസുമാണ്. 2025 ലോകത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചും പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചും ആധുനിക ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചുമൊക്കെ ഇവർ രണ്ടുപേരും സമാനമായ രീതിയിൽ പ്രവചനം നടത്തിയിട്ടുണ്ട്. ആ പ്രവചനങ്ങൾ ഏതൊക്കെയാണെന്നും ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ അവയിൽ ഏതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും നോക്കാം. ആദ്യമായി ബാബ വാങ്കയെക്കുറിച്ച് ഇനിയും അറിയാത്തവർക്കായി ഒരു ചെറിയ പരിചയപ്പെടുത്തൽ. ബാബ വാങ്കെ 1911 ബൾഗേറിയയിൽ ജനിച്ച് 1996 ഈ ലോകത്തോട് വിട പറഞ്ഞ അന്തർജ്ഞാനമുള്ള ഒരു ജ്യോതിഷിയും പ്രകൃതി ചികിത്സാ വിദഗ്ധയുമായിരുന്നു. അവരുടെ 12-ാം വയസ്സിൽ ഒരു പ്രകൃതി ദുരന്തത്തെ തുടർന്ന് കാഴ്ചശക്തി നഷ്ടപ്പെടുകയും തുടർന്ന് അവരിലെ അതീന്ദ്രിയ ജ്ഞാനം വികസിക്കുകയും ഉണ്ടായി. അവർ നാച്ചുറൽ ഹീലിംഗിലൂടെ അസുഖങ്ങൾ ഭേദപ്പെടുത്തുകയും കൂടാതെ ആത്മാക്കളുമായി സംസാരിക്കാറുമുണ്ടായിരുന്നു. പിന്നീട് ഭാവി പ്രവചനങ്ങളിലൂടെ ബാബ വാങ്കെ വളരെ പ്രസിദ്ധയായി തീർന്നു. 1953 ജോസഫ് സ്റ്റാലിൻ്റെ മരണം, ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം, ISISൻ്റെ ഉദയം, ബരാക് ഒബാമയുടെ പ്രസിഡന്റ് പദവി, 9/11 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, 2016 ബ്രെക്സിറ്റ് ഇവയൊക്കെ ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ പ്രസിദ്ധമാണ്. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾക്ക് പ്രചാരം കൂടിയതോടെ വിമർശകരും കൂടി വന്നു. അവരുടെ പ്രവചനങ്ങൾക്ക് കൃത്യതയില്ലെന്നും കപട ജ്യോതിഷിയെന്നും വിമർശിക്കപ്പെട്ടു. ആദ്യത്തേത് യൂറോപ്പിലെ വിനാശകരമായ ഒരു സംഘർഷം 2025 ഉപഭൂഖണ്ഡത്തിലെ ജനസംഖ്യയെ പാടെ നശിപ്പിക്കുമെന്നാണ്. ഈ പ്രവചനം ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്സിലെ സംഘർഷങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും വെളിച്ചത്തിൽ. രണ്ടാമത്തേത് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ നിശ്ചലമായിരിക്കുന്ന അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നും അവ വലിയ പ്രളയത്തിന് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് കൂടുതൽ അറിയാനും കണ്ടുമുട്ടാനും സാധ്യതയുണ്ടെന്നാണ് അടുത്ത പ്രവചനം. ചിലപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകുമ്പോൾ UFOകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പെൻറ്റഗൺ പുറത്തുവിട്ടേക്കാം. അതൊരു പക്ഷേ ഈ യൂണിവേഴ്സിൽ നമ്മൾ മാത്രമല്ല എന്നൊരു തിരിച്ചറിവാവാം. ടെലിപ്പതി, നാനോ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ വലിയ ശാസ്ത്ര പുരോഗതി ഉണ്ടാകുമെന്നും പ്രവചിക്കുന്നുണ്ട്. ഇന്ന് ലോകം ഒരു മാറ്റത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും വക്കിലാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷവും റഷ്യ യുക്രൈൻ യുദ്ധവുമൊക്കെ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നയിക്കപ്പെടുമെന്ന് ലോകജനത ഭയപ്പെടുന്നു. അതുപോലെ ആഗോള താപവ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും സാംക്രമിക രോഗങ്ങളുമൊക്കെ 2025 ലോകജനതയെ ആശങ്കാകുലരാക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ബാബ വാങ്കയുടെയും നോസ്ട്രാഡാമസിൻ്റെയും ഒക്കെ പ്രവചനങ്ങളെക്കുറിച്ച് അറിയാൻ ആൾക്കാരിൽ താല്പര്യമുണ്ടാകും. മറ്റ് വർഷങ്ങളിലേതുപോലെ തന്നെ 2025 ബാബ വാങ്കയും നോസ്ട്രാഡാമസിൻ്റെയും ചില പ്രവചനങ്ങൾ ആൾക്കാരെ ആകർഷിച്ചിട്ടുണ്ട്. ബാബ വാങ്കയുടെ 2025 പ്രവചനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഗ്ലോബൽ പവർ സ്ട്രക്ചറിൽ 2025 വലിയ മാറ്റം സംഭവിക്കുമെന്നാണ് അടുത്ത പ്രവചനം. അതിനെ തുടർന്ന് ചില സൂപ്പർ രാജ്യങ്ങൾക്ക് ശക്തി ക്ഷയിക്കുകയും മറ്റ് ചില രാജ്യങ്ങൾ ആ സ്ഥാനത്ത് ഉയർന്നു വരികയും ചെയ്യും. അതൊരു പക്ഷേ ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളാവാം. ആരോഗ്യമേഖലയിലെ ഒരു നിർണായക കണ്ടുപിടുത്തം മനുഷ്യരുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ക്യാൻസർ തുടങ്ങിയ മാറാരോഗങ്ങൾക്ക് പ്രതിവിധി ആകുകയും ചെയ്യും. ഇതൊക്കെയാണ് ബാബ വാങ്കയുടെ 2025 സംബന്ധിച്ച പ്രധാന പ്രവചനങ്ങൾ. ഇനി നോസ്ട്രാഡാമസിൻ്റെ പ്രവചനങ്ങളിലേക്ക് വരാം. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷിയും ദാർശനികനുമായിരുന്നു നോസ്ട്രാഡാമസ്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ നൂറ്റാണ്ടുകളായി മനുഷ്യരാശിയെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നോസ്ട്രാഡാമസിൻ്റെ പ്രവചനങ്ങളുടെ ഒരു ശേഖരമാണ് 1555 പബ്ലിഷ് ചെയ്ത ലെസ് പ്രോഫറ്റീസ് എന്ന കവിതാ സമാഹാരം. നിഗൂഢവാക്യങ്ങൾ എഴുതിയ 900-ലധികം പദ്യങ്ങൾ അടങ്ങുന്നതാണ് ലെസ് പ്രോഫറ്റീസ്. 4 വരികൾ അടങ്ങിയ കവിതാരൂപത്തിലാണ് അദ്ദേഹം ഓരോ പ്രവചനവും നടത്തിയിട്ടുള്ളത്. നെപ്പോളിയൻ്റെ ഉദയവും ലോക മഹായുദ്ധങ്ങളും ആധുനിക ശാസ്ത്ര പുരോഗതികൾ വരെ നോസ്ട്രാഡാമസ് പ്രവചനം നടത്തിയിട്ടുണ്ട്. നോസ്ട്രാഡാമസിൻ്റെ ചില സുപ്രധാന പ്രവചനങ്ങൾ ഇതൊക്കെയാണ്. 1666 ലണ്ടൻ നഗരത്തിലുണ്ടായ വലിയ അഗ്നിബാധ, നെപ്പോളിയൻ്റെ ഉയർച്ച, ആൻ എംപറർ ഷാൽ ബി ബോൺ നിയർ ഇറ്റലി എന്നാണ് അദ്ദേഹം ലെസ് പ്രോഫറ്റീസിൽ പറഞ്ഞിട്ടുള്ളത്. ഹീ വിൽ ബിക്കം വേഴ്സ് ദാൻ എനി മൊണാർക്ക് എന്നും പറഞ്ഞിരുന്നു. അത് സത്യമായി വരികയും ചെയ്തു. ലോകമഹായുദ്ധങ്ങൾ, ഹിറ്റ്ലറിൻ്റെ ഉയർച്ചയും പതനവും, 1945 ഹിരോഷിമ നാഗസാക്കി ബോംബാക്രമണം, 9/11 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ഇതൊക്കെ നോസ്ട്രാഡാമസിൻ്റെ പ്രവചനങ്ങളിലുണ്ട്. 3-ാം ലോകമഹായുദ്ധവും വലിയ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യരാശിയെ മാറ്റിമറിക്കുന്ന ടെക്നോളജി പുരോഗതിയുമൊക്കെ നോസ്ട്രാഡാമസ് പ്രവചിക്കുന്നുണ്ട്.
2025 ബാബ വാങ്കയുടെയും നോസ്ട്രഡാമസിൻ്റെയും പ്രവചനങ്ങളിലെ സാമ്യത എന്താണെന്ന് നോക്കാം. 2025 യൂറോപ്പിലെ സംഘർഷാവസ്ഥ വലിയ നാശനഷ്ടങ്ങളിലേക്ക് നയിക്കുമെന്ന് നോസ്ട്രഡാമസും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2025 നടക്കാൻ സാധ്യതയുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ബാബ വാങ്കയെപ്പോലെ നോസ്ട്രഡാമസും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭൂമി കുലുങ്ങുന്നു, നദികൾ കരകവിഞ്ഞൊഴുകുന്നു എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് ലെസ് പ്രോഫറ്റീസിൽ വിവരിക്കുന്നത്. 2025 ഗ്ലോബൽ പവർ സ്ട്രക്ചറിലെ മാറ്റങ്ങൾ കാരണം അപ്രതീക്ഷിത ലോക നേതാക്കളുടെ ഉയർച്ച നോസ്ട്രഡാമസും പ്രവചിക്കുന്നുണ്ട്. അതിൽ കലാപത്തിൻ്റെയും പ്രതീക്ഷയുടെയും മുഖങ്ങൾ നോസ്ട്രഡാമസ് കാണുന്നുണ്ട്. ആധുനിക ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്ന കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് നോസ്ട്രഡാമസും പ്രവചിക്കുന്നുണ്ട്. ബാബ വാങ്കയുടെയും നോസ്ട്രഡാമസിൻ്റെയും പ്രവചനങ്ങളിലെ പ്രധാന സാമ്യത യൂറോപ്പിലെ സംഘർഷാവസ്ഥയിലുണ്ടാകുന്ന ആൾനാശവും പ്രകൃതി ദുരന്തങ്ങളുമാണ്. 2025 ബാബ വാങ്കയുടെയും നോസ്ട്രഡാമസിൻ്റെയും പ്രവചനങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയാണ് കാണപ്പെടുന്നത്. ഇവ സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഇവരുടെ ചില പ്രവചനങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളും സാങ്കേതിക വളർച്ചയും പോലെ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം. എന്നാൽ ഇവരുടെ മറ്റ് ചില പ്രവചനങ്ങൾ അവർ പറയുന്ന സമയപരിധിക്കുള്ളിൽ സംഭവിക്കാനും അസാധ്യമാണ്. ഇത്തരം പ്രവചനങ്ങളുടെ ശാസ്ത്രീയതയെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ട. ചിലതൊക്കെ മുന്നറിയിപ്പുകളും ചിലതൊക്കെ അനിവാര്യവുമായിരിക്കാം. 2025 ഇതാ എത്തിക്കഴിഞ്ഞു. ബാബ വാങ്കയുടെയും നോസ്ട്രഡാമസിൻ്റെയും പ്രവചനങ്ങൾ ഫലിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി വിഷൻ്റെ നവവത്സരാശംസകൾ. എ ഹാപ്പി ആൻഡ് പ്രോസ്പറസ് 2025.